നഗരസഭ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ CPM പ്രതിഷേധ റാലി തൊടുപുഴയിൽ. ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകിട്ട് തൊടുപുഴയിൽ പ്രകടനം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി സഖാവ് CB വർഗീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി വിവാദത്തിൽ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ് പ്രഖ്യാപിച്ചു. CPI AR പ്രമോദ് സ്വാഗതം പറഞ്ഞുകൊണ്ട് സഹാവ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ അധ്യക്ഷ പദവിയിൽ, മുഖ്യപ്രഭാഷണം CPI സലീംകുമാർ, VV മത്തായി, ഘടകകക്ഷി നേതാക്കൾ, നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടന പ്രസംഗം. ആ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. ആ നിലപാടില്ലാത്തത് കൊണ്ടാണ് സനീഷ് ജോർജ് രാജിവെക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ സാങ്കേതികമായി ഞങ്ങൾക്ക് പ്രയാസമുള്ളതുകൊണ്ടാണ്. സാങ്കേതികമായ പ്രയാസം ഇന്നത്തെ ഭരണഘടന അനുസരിച്ച് ഒരു കർമ്മ സന്ദേശ സ്ഥാപനത്തിനകത്ത് അവിശ്വാസം പാസ്സാകണമെങ്കിൽ പ്രാഗമുള്ള അംഗസംഖ്യയിൽ ഒരാളുടെ ഭൂരിപക്ഷം, കേവലമായ ഭൂരിപക്ഷം വേണം. ആ ഒരാളുടെ കേവലമായ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഇന്ന് മുനിസിപ്പൽ കൗൺസിലില്ല. ആ ഒരാളുടെ ഭൂരിപക്ഷം ഇല്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിശ്വാസം കൊണ്ടുവന്ന് പാസ്സാക്കില്ല എന്ന മിഥ്യാധാരണയിൽ നിന്നുകൊണ്ട് UDF നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെല്ലാം ആലോചിച്ചു, ഇനി രാജിവെപ്പിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കുക. ഒരു തർക്കവും വേണ്ട. ഈ വരുന്ന 14-15 തീയതി രാവിലെ ഇടതുപക്ഷ ജനാധിപത്യയുടെ 13 കൗൺസിലർമാർ ഒന്നിച്ചൊപ്പിട്ട് സനീഷ് ജോർജിനെതിരായുള്ള അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കും. ഞാൻ ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് സഹോദരന്മാരോട് വെല്ലുവിളിക്കാനുള്ള സൗഹൃദമായ നിലപാട് സ്വീകരിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കാൽമാർക്കുന്നുണ്ടെങ്കിൽ, അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വരുന്ന അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യം നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കാൻ, അങ്ങനെ ആർത്തവം കാണിക്കാൻ, അന്തസ്സ് കാണിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ അഭ്യർത്ഥിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് നിലപാട് സ്വീകരിക്കാം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.